അവനെന്തോ ഒരു കണക്ക് പറഞ്ഞു, അത് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ ആനകളെ കൊന്നിട്ടുണ്ടോ. പോലീസ് അവിടെ ചെല്ലുമ്പോൾ ഇവൻ തൂങ്ങിക്കിടക്കുകയാണ്. പോലീസിന് ഇൻഫർമേഷൻ കിട്ടാൻ അന്ന് അവൻ്റെ ബോഡി കെട്ടി തൂക്കിയിട്ടുണ്ട്. മേ ബി എ മർഡർ. സർ, എവിടെ കേരളത്തിൽ ആനവേട്ടയുണ്ടെങ്കിലും ഇവൻ്റെ അറിവില്ലാതെ നടക്കുകയില്ല. ചത്ത് കിടക്കുന്ന ആനയുടെ രക്തം കുടിക്കുക, തല വെട്ടി പൊളിച്ചാണ് ആന കൊമ്പെടുക്കുന്നത്. ഭയങ്കര ആരോഗ്യവാന, ഒരു 6 ഫുട്ടറാണ്. താടിയൊക്കെ വെച്ച് കണ്ണൊക്കെ കുഴിഞ്ഞ് കവളൊക്കെ കുഴിഞ്ഞൊരു ഒരു ക്രിമിനൽ എങ്ങനെ നമ്മൾ സംസാരിക്കും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കത്തില്ല. ശരിക്കും ആനയൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ദയ അർഹിക്കുന്നില്ല. ഇതൊരു ആന കരഞ്ഞുകൊണ്ടാണ് മരിക്കുന്നത്. കരഞ്ഞുകൊണ്ട് ഇരുന്ന് മരിക്കുമെന്നാണ് പറയുന്നത്. ഇറച്ചി ഭക്ഷിക്കുന്ന ആളുകളുണ്ട്. ഉണ്ട്. 99 ഞാൻ സർവീസിൽ കയറിയ സമയത്ത് അന്ന് കുറച്ച് നമ്മളൊക്കെ ആക്റ്റീവാണ് വനംവകുപ്പിൽ. നമ്മൾ ഇൻട്രസ്റ്റ് കൊണ്ട് വന്നതാണ്. അത് വന്ന് ആദ്യം പെട്ടത് ശരിക്കും നേരിയമംഗലത്താണ്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യാൻ മൂന്നാറൊക്കെ പോകുന്ന വഴി നേരിയമംഗലം കാണുന്നു. അവിടെ ഒരു സ്റ്റേഷൻ, റോഡ് സൈഡിൽ വെള്ളച്ചാട്ടം. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ദൈവം ഇവിടെ തന്നെ കിട്ടണമെന്ന് വിചാരിച്ചു. പക്ഷേ ആ സ്ഥലത്തിൻ്റെ ഒരു അപകടം എന്ന് പറയുക ഏറ്റവും കൂടുതൽ കേരളത്തിൽ വനം കുറ്റകൃത്യം നടക്കുന്ന സ്ഥലമാണ്. കർഷകത്തിന് അവിടെ തന്നെ വെച്ചു. പക്ഷേ അതുമായിട്ട് പൊരുത്തപ്പെട്ട് നല്ല രീതിയിൽ ചെയ്യുന്നു. അപ്പോൾ നല്ല കുറേ ജീവനക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, സീനിയേഴ്സായിട്ടുള്ള ഒത്തിരി പേര്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ മാമലക്കണ്ടം ഭാഗം എപ്പോഴും ആനവേട്ട, മരം മുറി, കയ്യേറ്റം, വാറ്റ്, ഇങ്ങനെയുള്ള എന്നും പ്രശ്നമുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പോയി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ഇവർ പോകുന്ന വഴിക്ക് സഹപ്രവർത്തകർ പറഞ്ഞു, ഇങ്ങനെ ഒരു വാസു എന്ന് പറഞ്ഞൊരുത്തരുണ്ട്, അവന് എവിടെ കേരളത്തിൽ എവിടെ ആനവേട്ട ഉണ്ടായാലും ആ സ്ഥലത്തുള്ള ഫോറസ്റ്റുകാരും പോലീസുകാരും ഒക്കെ ഇവൻ എവിടെയുണ്ടെന്ന് അന്വേഷിക്കും. അത് എവിടെ ആനവേട്ട ഉണ്ടെങ്കിലും അന്വേഷിക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ 1-2 പേര്, ഒരു ഒറ്റകൈ സുപ്രനോ അങ്ങനെ പറഞ്ഞ് ചാലക്കുടി സ്ഥലത്താണ്, അവരൊക്കെ വേട്ടക്കാരായിരുന്നു. സുപ്രനൊക്കെ എവിടെ പോയി എന്ന് പെട്ടെന്ന് അന്വേഷിക്കും. അവനെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ അവനുണ്ടാകും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഈ വാസുവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്കും ഞാൻ മാമലക്കണ്ടം ജംഗ്ഷന് മുമ്പായിട്ട് താഴത്തേക്ക് ഒരു ചെറിയൊരു തോട്. അപ്പോൾ തോടിൻ്റെ സൈഡിൽ ഒരാൾ നിൽക്കുമ്പോൾ ഞങ്ങൾ അന്ന് നടന്നാണ്, വാഹനങ്ങളൊന്നുമില്ല. മാമലക്കണ്ടം റൂട്ടിൽ ഒരു ബസ്സേ ഉള്ളൂ, പിന്നെ ഈറ്റവണ്ടിയാണ്. അപ്പോൾ കുറേ നടന്ന് ഒരു 2.5 മണിക്കൂർ നടന്നു ചില്ല അവിടെയൊക്കെ കറങ്ങും, വിവരങ്ങളൊക്കെ ശരിക്കും തിരിച്ചു വരും. അപ്പോൾ ഇങ്ങനെ എന്നോട് കൂടെ ഉണ്ടായിരുന്ന തങ്കപ്പൻ നായർ സീനിയറാണ്, പുള്ളി കുറച്ച് നന്നായിട്ട് ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. പുള്ളി എന്നോട് പറഞ്ഞു, സാർ ഇതാണ് വാസുവിൻ്റെ വീടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ആരാന്ന് ചോദിച്ചാൽ പറഞ്ഞു, സാർ എവിടെ കേരളത്തിൽ ആനവേട്ട ഉണ്ടെങ്കിലും ഇവൻ്റെ അറിവില്ലാതെ നടക്കുകയില്ല. ഭയങ്കര ഫ്രോഡാണ്, ഭയങ്കര ആരോഗ്യവാന, ഒരു 6 ഫുട്ടറാണ്. താടിയൊക്കെ വെച്ച് കണ്ണൊക്കെ കുഴിഞ്ഞ് കവളൊക്കെ കുഴിഞ്ഞൊരു ഒക്കെ അന്നൊരു 10-35 വയസ്സേ ഉള്ളതാണ്. എനിക്കന്ന് 27-28 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്ക് അവൻ്റെ വീടൊന്ന് കയറി നോക്കിയാലെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഒരു സാർ അത് സൂക്ഷിച്ച് വേണം, അവനാൾ ഇച്ചിരി അപകടകാരിയാണെന്ന് പറഞ്ഞു. എന്ത് അപകടകാരി, നമുക്ക് പരിശോധിക്കാൻ അധികാരം. അപ്പം നമ്മളെന്തായാലും തന്നെ ഫോറസ്റ്റുകാരനായി കയറി നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേര് ഈ വീട്ടിലേക്ക് ചെറിയ ഒരു തോട്ടിലേക്ക് ഒരു ചെറിയ കമ്പിടണം, അത് ഞങ്ങൾ കയറി ചെന്നപ്പോഴത്തേക്കും ഇറങ്ങി പുറത്തേക്ക് വന്നു. എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പുതിയ ഫോറസ്റ്റാണെന്ന് പറഞ്ഞു. എന്താ കാര്യമെന്ന് ചോദിച്ചു. നിൻ്റെ വീടൊന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം. എന്താ കാര്യം പറയാം സാറേ എന്ന് പറഞ്ഞു. പറഞ്ഞ് ഇങ്ങനെ ആനവേട്ട, ഞാൻ എവിടെയെങ്കിലും ആനവേട്ടയായിട്ട് സാർ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല സാർക്ക് ഇതിനകത്ത് കയറണമുള്ള, അതിനകത്ത് നിന്ന് എന്തെങ്കിലും തെളിവില്ലാതെ ഇവിടുന്ന് എന്തെങ്കിലും ആയുധങ്ങളോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൊമ്പോ ഇറച്ചിയോ ഇല്ലാതെ സാർ ഇറങ്ങിയ പ്രശ്നമാകുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു മറുപടി പറയുന്ന ആളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും ഞങ്ങൾക്ക്. അപ്പോൾ ഇവരെന്നോട് ആദ്യം പറയുന്നത് അപകടകാരിയാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെ വാസു നീ ഇപ്പോൾ പറഞ്ഞത് ഞാൻ വിശ്വസിച്ച് പോകുന്നു എന്നുള്ളതിൽ പറഞ്ഞു പോരാനേ അന്ന് പറ്റിയുള്ളൂ. നമുക്കൊന്നും ചെയ്യാൻ നിർവാഹമില്ല, പുതുതായിട്ട് സർവീസിൽ കയറി കാര്യങ്ങൾ ഇതിൻ്റെ ഗൗരവം നമുക്കറിയുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ അന്ന് അവൻ സ്ഥാനം പിടിച്ചു. കാര്യം ഇങ്ങനെ ഒരു ക്രിമിനൽ എങ്ങനെ നമ്മൾ സംസാരിക്കും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കത്തില്ല. ഒരു പക്ഷേ അവൻ്റെ വീട്ടിൽ അന്ന് സാധനം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ അത് പരിശോധിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. ആ വാസുവാണ് പിന്നീട് ഇടമലയാർ വേട്ട 18 ആന 20 ആനയെ വെടിവെച്ച് കൊന്നവനെന്നും, പിന്നെ അവൻ്റെ കഥകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചത്ത് കിടക്കുന്ന ആനയുടെ രക്തം കുടിക്കുക, പിന്നെ അന്ന് അവൻ്റെ കൂടെ ഉണ്ടെന്ന ഭാര്യ എന്ന് പറയുന്നത് അവൻ്റെ രക്തബന്ധമുള്ള വളരെ അടുത്ത ബന്ധമുള്ളൊരു സ്ത്രീയാണെന്നും, പിന്നെ ഇവനെക്കുറിച്ച് ബ്ലാക്ക് കരാട്ടെ ഏറ്റവും ഉയർന്ന രീതിയിൽ ബ്ലാക്ക് ബെൽറ്റ് എന്തോമാണ് ആ ഒരു ഇതും, അങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരിക്കലും ഒരു ഹീറോ ആയിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ ഫോറസ്റ്റുകാർക്ക് അവനെപ്പോഴും വില്ലൻ തന്നെയാണ്, പക്ഷേ നാട്ടുകാർക്ക് അവൻ ഹീറോയാണ്. ഫോറസ്റ്റുകാരെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒരു ഹീറോ പരിവേഷത്തിൽ നിന്ന് അവസാനം ആനവേട്ടക്കാരനായും അവസാനം രക്ഷയില്ലാതെ വന്ന് ആത്മഹത്യ ചെയ്യുന്ന ആൻറ്റി ഹീറോ ആയ സ്ഥിതിയിലേക്കും പോകേണ്ടി വന്ന ആളാണ്. ഞാനയുടെ രക്തം കുടിക്കുന്ന ഒരു വേട്ടക്കാരൻ എന്ന് പറയുന്നത് അത് നമുക്ക് ഞാൻ പറഞ്ഞ് ഇവൻ്റെ കൂട്ടത്തിലുള്ള പലരെയും പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ധൈര്യം, അതൊരു ധൈര്യമാണ്. അതൊരു മാനസിക വൈകൃതമാണ് രക്തം കുടിക്കുക എന്ന് പറയുന്നത്. പച്ച രക്തം കുടിക്കുന്നത് ആരോഗ്യകരമല്ല, മാനസിക വൈകൃതം. പക്ഷേ ഇവൻ അതിൽ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ജീവനക്കാർ പറയുന്നതിന് ഒളി വയ്ക്കും ഈ മരങ്ങളുടെ മേളിൽ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് വെച്ച് വെടിവിക്കുന്നതിന് പകരം നേരെ ആനയെ വെടിവിക്കുന്ന ധൈര്യം കാണിക്കുന്നവനായിരുന്നു. അതായത് തങ്ങളുടെ മുന്നേ നേരെ പാഞ്ഞ വെടി പറഞ്ഞ കൊണ്ടില്ല ആന അവനെ അടിക്കും. അത്ര ധൈര്യമായിട്ട് കഴിവിൽ അയാൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഭയങ്കര ധൈര്യവാൻ. അത് മാനസികമായി സ്റ്റേബിളായിട്ട് ഒരാൾ അങ്ങനെ ചെയ്യത്തില്ല. എനിക്കോ നിങ്ങൾ ഒരു ഓടി വന്നെ വണ്ടിയുടെ മുമ്പ് ചാടുമോ നമ്മൾ? അത് ഇടിക്കുമെന്ന് ഉറപ്പല്ലേ? ആന 10 വെടി വെച്ചാൽ ഈ ആനയുടെ വെടിയുണ്ടെങ്കിൽ ഒരെണ്ണം പോയില്ലെങ്കിൽ ആന അറ്റാക്ക് ചെയ്യും. പക്ഷെ നേരെ ഒന്ന് അടിച്ച് വീഴിക്കുമെന്നാണ് ഇവനെക്കുറിച്ച് പറഞ്ഞിരുന്നത്.
പക്ഷെ ഇവനെ കിട്ടിയില്ല. ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന അണ്ടിക്കുഞ്ഞിനെയൊക്കെ കിട്ടി, കുറേ പേരെ കിട്ടി. ആ സീരീസിൽ പെടുന്ന അന്നൊരു നല്ല ടീമായിരുന്നു, സിസ്റ്റായിരുന്നു വനംവകുപ്പ്. ഇയാൾ എത്ര ആനകളെ ഇവിടെ നിന്ന് വേട്ടയാടി? പിന്നെ അന്നത്തെ സംഭവത്തിൽ 18 അടിച്ചു. അതിന് മുമ്പ് 10-30 കൊല്ലമായിട്ട് അടിച്ച ആനകളുടെ കണക്ക് അവനെന്തോ ഒരു കണക്ക് പറഞ്ഞു. അത് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ ആനകളെ കൊന്നിട്ടുണ്ടോ. അത് കേരളത്തിൽ മാത്രമല്ല, ഇവിടുന്ന് പോയാൽ അതിരപ്പള്ളി വാഴച്ചാൽ സൈലൻറ്റ് വാലി വഴി നടക്കും. എത്ര പറമ്പിൽ വീരപ്പനൊക്കെ പറയാം. ഇത് നമ്മുടെ കുട്ടമ്പുഴയുടെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ നേരെ ചെന്ന് അതിരപ്പള്ളിയാണ് കയറുന്നത്. അതിരപ്പള്ളിയിൽ നിന്ന് നേരെ ക്രോസ് ചെയ്താൽ പറമ്പിക്കുളം. അവിടെ നിന്ന് അങ്ങനെ കറങ്ങി കേരളത്തിൻ്റെ മുഖ്യ സൈലൻറ്റ് വാലിയുടെ ഒക്കെ എല്ലാ വനമേഖലകളും തമ്മിൽ അത്ര വലിയ ദൂരം കണക്റ്റഡാണ്. ദൂരമുണ്ട്, ബട്ട് ഈ കാട്ടിലൂടെയുള്ള യാത്ര കണക്ഷനാണ്. അതെങ്ങനെയാണ് ഒരു റൂട്ട് കിടക്കുന്നത്? അല്ല, നമുക്കിപ്പോൾ ഇവിടുന്ന് നേരെ ഇല്ലാണ് കുട്ടമ്പുഴയിൽ നിന്ന് കട്ട് ചെയ്ത് നേരെ കയറുന്ന താളുംകണ്ടം നേരെ നടന്ന് കയറിയാൽ അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ട്, അത് ക്രോസ് ചെയ്ത് കയറിയാൽ നേരെ പറമ്പിക്കുളത്തേക്കാണ് പോണത്. പിന്നെ അവിടുന്ന് എങ്ങോട്ട് വേണേൽ പോകും. നെന്മാറ റൂട്ട് കംപ്ലീറ്റ് തമിഴ്നാട് ബോർഡർ, തമിഴ്നാട്ടിൽ നിന്നാണെങ്കിൽ മുക്കുർത്തി നാഷണൽ പാർക്ക്, അങ്ങനെ തമിഴ്നാട് കർണാടക ബൗണ്ടറി മൊത്തം കവർ ചെയ്യാൻ പറ്റും. ഇടയ്ക്ക് ബൗണ്ടറി ഇല്ല, കാട് തന്നെ. ഇതിനകത്ത് ഉള്ളിൽ ഇതിൽ മുഴുവൻ ആനകളുടെ എലിഫൻറ്റ് ആവാസ വ്യവസ്ഥ. ശരിക്കും എല്ലായിടത്തും ആനകളാണ്, ധാരാളം ആനകളും കാട്ടുപോത്തും കടുവായും ഉണ്ട്. ഇവർ പോകുമ്പോൾ ആനയെ വേട്ടയിടാൻ പോകുമ്പോൾ അതിനെ മാത്രമല്ല ചെയ്യുന്നത്, ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ ചുമ്മാ വെടിവെക്കുക, കഴിക്കുക. ആനയെ വേട്ടയാടുന്നതിനെ സമയത്തോളം ചെറിയൊരു മാനിനെ വേട്ടയാടുന്നത് വലിയ ഒഫൻസായിട്ട് അവന് തോന്നത്തില്ല. നമുക്കാണ് ഇതൊക്കെ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ. നിയമം പാലിക്കുന്ന ആനയെ വേട്ടയാടുന്നതും മാനിനെ വേട്ടയാടുന്നതും ഒരേ ക്രൈമാണോ? അല്ല, അതിന് ഷെഡ്യൂൾ അനുസരിച്ച് ഗൗരവം വരുമല്ലോ. ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2 എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഗൗരവം അനുസരിച്ച്, പ്രയോറിറ്റി അനുസരിച്ചൊക്കെ ഷെഡ്യൂൾഡായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു ആന കടുവയൊക്കെ ഭയങ്കര ഗുരുതരം തന്നെയാണ്. ആനയും കടുവയാണ് ഏറ്റവും. അല്ല, അങ്ങനെയല്ല, ആ കൂട്ടത്തിൽ കുറേ ജീവികളുണ്ട്. ഷെഡ്യൂൾ 1 പെട്ടതും 2 പെട്ടതും ഒത്തിരി. ഈ ഉടുമ്പൊക്കെ ഷെഡ്യൂളിൽപ്പെട്ടു. ഉടുമ്പൊക്കെ റെയറായിട്ട് ഉടുമ്പിൻ്റെ ഒരു കേസ് അടുത്തിടെ ഉണ്ടായി പിടിച്ചത്, അങ്ങനെയുള്ള വരുന്ന കേസുകളിലൊക്കെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വാസുവിൻ്റെ മരണം, ഇയാൾ എപ്പോഴാണ് ഈ ഒരു ഫീൽഡ് വിട്ടു പോയത്? വിട്ടതല്ല, ഈ ഇടമലയാർ ആനവേട്ട കേസ് കഴിഞ്ഞ് അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇയാൾ ടാർഗറ്റ് ചെയ്യപ്പെട്ടു. പിന്നെ ഇയാൾ ഒളിവിലേക്ക് പോയി. ഇയാൾ എന്നിട്ട് പൂനെ, കർണാടക മഹാരാഷ്ട്ര ബോർഡറിലുള്ള ഏതോ ഒരു പൈനാപ്പിൾ തോട്ടം, മലയാളിയുടെ പൈനാപ്പിൾ തോട്ടത്തിൽ സൂപ്പർവൈസർ മാനേജർ ഓപ്പറേറ്റർ ആയിട്ട് അവിടെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസ് കൃത്യമായിട്ട് ട്രേസ് ചെയ്ത് പോലീസ് അവിടെ ചെല്ലുമ്പോൾ ഇവൻ തൂങ്ങിക്കിടക്കുകയാണ്. പോലീസിന് ഇൻഫർമേഷൻ കിട്ടാൻ അന്ന് അവൻ്റെ ബോഡി കെട്ടിത്തൂക്കിയിട്ടുണ്ട്. മേ ബി എ മർഡർ, സൂയിസൈഡിൻ്റെ പോസിബിലിറ്റീസ് കുറവാണ്. അവനങ്ങനെ ചെയ്യാനാണെങ്കിൽ എപ്പോഴും ചെയ്യണം. കുടുംബ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രായാധിക്യം. അപ്പോൾ അവിടെ പോയി സൂയിസൈഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതിലേക്ക് കൂടുതൽ പിന്നെ അവനെ പോലെ ഒരാൾ ഒഴിവായി പോകുന്നത്. പോലീസ് അവിടെ ചെല്ലുമ്പോൾ അഴുകി വിട്ട് കിടക്കുമായിരുന്നു കൂടിയത്. അല്ല, അത് അവൻ ചെയ്ത കൃത്യത്തിനുള്ള അർഹമായ മരണമാണ് അവന്. പരിസ്ഥിതിയിൽ ഈ ശരിക്കും ആനയൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ദയ അർഹിക്കുന്നില്ല. ഈ ആന ഒരിക്കലും അതിൻ്റെ ഹാബിറ്റാറ്റിൽ അത് വെറും സാധുവായ ജീവി, അത് ഭക്ഷണം കഴിക്കുന്ന കറങ്ങി കിടക്കുന്ന കുട്ടികൾ ഒക്കെ ആയിട്ട് സന്തോഷിച്ച് ജീവിക്കുന്നതിനിടയിൽ നമ്മൾ മനുഷ്യൻ നുഴഞ്ഞു കയറിയാണ് അതിനെ കൊല്ലുന്നത്. ഇപ്പോൾ പല പ്രതികളെയും നമ്മൾ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ ഈ ആനയെ തലയ്ക്കാണ് വെടിവെക്കുന്നത്. കഴുത്തോ തലയ്ക്കൊക്കെ വെടിവെച്ച് വീണ് കഴിഞ്ഞാൽ കുറച്ച് നേരം അതവിടെ കിടന്നു കഴിഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞ് ഇവർ തല വെട്ടിപ്പൊളിച്ചാണ് ആന കൊമ്പെടുക്കുന്നത്. അത് കൊമ്പ് പുറത്ത് കാണുന്നതിന് അതുപോലെ തന്നെ കുറേ അകത്തേക്കും ഈ ആനയുടെ തലയൊട്ടിക്ക് അവിടം വരെ ഇത് വെട്ടിപ്പൊളിച്ച് കീറി എടുത്തിട്ട് ഈ കൊമ്പിൻ്റെ കുറേ ഭാഗത്തേക്ക് മാംസം ഉള്ളിൽ കാണും. അത് ഇവർ എടുത്തിട്ട് നോർമലി നമ്മൾ സോഷ്യൽ പോർഷനിലൊക്കെ ചെയ്യുന്ന ചൂടുവെള്ളത്തിലാണ്. ഇവരതെടുത്ത് അതേപടി തന്നെ തല പൊളിച്ച് എടുത്ത് പൊതിഞ്ഞ് കെട്ടി, ശരിക്കും പറഞ്ഞാൽ ഈ ആന വെടിയേക്കുമ്പോഴത്തേക്കും ഇരിക്കും, ഫ്രണ്ട് മുട്ടുകുത്തിയൊക്കെ ഇരിക്കും. ഇത് ഇവരിൽ നിന്ന് ചോദ്യം ചെയ്ത പലരിൽ നിന്നും കിട്ടിയ വിവരങ്ങളാണ് നമുക്ക്. ആന കരയുന്ന പോലെ, വിഷമിച്ച് കരയുന്ന പോലെ കരഞ്ഞുകൊണ്ട് ഇരുന്ന് മരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വാർത്തകൾ കേട്ട ഞങ്ങൾ ഫോറസ്റ്റുകാർക്ക് ഒരു വേട്ടക്കാരനെ കിട്ടിയാൽ ഞങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഒരു ദാക്ഷിണ്യം കാണിക്കത്തില്ല. പ്രത്യേകിച്ച് ആനയെ വേട്ടയാടി കിട്ടുന്ന പ്രതികളോട്, അല്ല അതിൻ്റെ അത് വാങ്ങുന്നവനോട്, വിൽക്കുന്നവനോട്, ആനക്കൊമ്പ് കാട്ടിലെ ആനകളുടെ ഒന്നോട് ഞങ്ങളുടെ ജീവനക്കാർ യാതൊരു ദയം കാണിക്കാറില്ല, നിയമപരമായിട്ടും അല്ലാതെയും. അവർ അത്രയ്ക്കും നമുക്ക് ശരിക്കും ഇതുള്ള ആന കരഞ്ഞുകൊണ്ടാണ് മരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഹാബിറ്റാറ്റിൽ ചെന്ന് കയറി അതിനെ കൊല്ലേണ്ട കാര്യം എന്തിരിക്കുന്നത്? ഇവന് കിട്ടുന്ന 50,000 അല്ലെങ്കിൽ 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം രൂപയാണ്. ആ ചെറിയ തുകയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു കൂട്ടത്തിലൊരു കൊമ്പന് വളരെ എണ്ണം കുറവാണ്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് മുഴുവൻ പിടിയാനങ്ങളും ഈ കൊമ്പൻ ഒരെണ്ണേ ഉള്ള 2 എണ്ണേ ഉള്ളു കുട്ടിക്കൊമ്പനാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നത്. അതിൽ നിന്ന് ഇവന്മാർ ഇണ തിരിച്ച് മാറ്റിയിട്ടാണ് വെടിവെക്കുന്നത്. വളരെ ദയനീയമായ. അങ്ങനെ ഈ കൂട്ടമായിട്ട് ജീവിക്കുന്ന ഒരു ജീവികളാണ് ഈ ആനകൾ. അപ്പോൾ ഈ കൂട്ടം തെറ്റിക്കുന്നത് എങ്ങനെയാണ് ഇവർ? അല്ല, ശരിക്കും പിടിയാനകൾ ആണ് ഒരു ആനക്കൂട്ടത്തിൻ്റെ ക്യാപ്റ്റൻ. പിടിയാനകളാണ്. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര പ്രയോറിറ്റി. അതിൻ്റെ അമ്മ മാത്രമല്ല, അതിൻ്റെ അമ്മയുടെ ചേച്ചിയോ അനിയത്തി അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള എല്ലാ പിടിയാനങ്ങളും കുഞ്ഞുങ്ങൾക്ക് നല്ല പ്രയോറിറ്റി കൊടുക്കും. ഈ നോർമലി ഒരു കൂട്ടത്തിൽ 2-3 കൊമ്പനുണ്ടെങ്കിൽ അവന്മാർ ഒറ്റയ്ക്ക് മാറും, ഇണ ചേരാനും മറ്റു സാധനങ്ങളൊക്കെ ആയിട്ട്.
വലിയ കൊമ്പനുണ്ട് ഈ കൂട്ടത്തിലുണ്ടാവും, ഈ ഇണചേരാനും അനന്തര തലമുറയ്ക്കും വേണ്ടിയിട്ട്. അവനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഒറ്റയ്ക്ക് കിട്ടി നോക്കി ഇരുന്ന് ഒളി വെച്ചും അതിനെ കറക്റ്റായിട്ട് അതിനെ വെടി വെച്ചിടും. മറ്റ് ഒറ്റയ്ക്ക് വേണം കൊമ്പനെ കിട്ടാൻ അങ്ങനെ സാധ്യത അവർ നഷ്ടമാണ്. ശരിക്കും കൂട്ടത്തിലുള്ള 2-3 ഈ വരുന്നവൻ ബിസിനസ് മൂവ്മെൻറ്റിലാണല്ലോ വരുന്നത്. ഈ വെറുതെ ആനയെ തമാശക്ക് വേട്ടയാടുന്നതല്ല. അതിൻ്റെ ഇറച്ചിയൊന്നും അവർ എടുക്കാറില്ല. ഇറച്ചി ഭക്ഷിക്കുന്ന ആളുകളുണ്ട്. ഉണ്ട് കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഈ നാച്ചുറൽ ഡെത്തുള്ള, അത് ഇതിൽ പറയാമെന്ന് നമുക്കറിയത്തില്ല, നാച്ചുറൽ ഡെത്തിലൊക്കെ വരുന്ന ആനയുടെ ഇറച്ചികൾ ഈ പോസ്റ്റ്മോർട്ടത്തിന് വരുന്നവർ ഇച്ചിരി ഇടത്തോട്ട് ഏതൊക്കെ ചോദിച്ച് എടുത്തിട്ട് പോകാറുണ്ട്. അവർക്ക് കറി വെച്ച് അവർ കഴിക്കും. ടൈംസൊക്കെ ചിലരൊക്കെ ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. നമ്മൾ നേരിട്ട് അനുഭവം എടുക്കും. അത് നമുക്ക് പോത്തും ഇറച്ചി എന്നൊക്കെ പറയുന്ന പോലെ ആയിരിക്കാം അവർക്ക്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ആൾക്കാർ നാട്ടിലുള്ളവർ ചെയ്തതായിട്ട് കേട്ടിട്ടില്ല. അങ്ങനെയൊന്നും വേട്ടയാടുന്നവരും അങ്ങനെ ചെയ്യുന്നത് കേട്ടിട്ടില്ല. അവർ ചെയ്യുന്നത് കൊമ്പെടുക്കുക, ഡ്രോപ്പ് ചെയ്യുക. അവരതിന് അല്ലാതെ തിന്നാനുള്ളതിനൊക്കെ ആ കൂട്ടത്തിൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഇടമലയാർ കേസിൽ പോത്തിന് ആനയെ വേട്ടയാടിയ പോലെ തന്നെ കൂട്ടത്തിൽ നമ്മൾ ആവിനെയും മുള്ളമ്പന്നീനെയൊക്കെ വേട്ടയാടിയ കേസ് എടുത്തിട്ടുണ്ട്. മുള്ളമ്പന്നി 4-5 കിലോയുള്ള ഇറച്ചിയുള്ളതുകൊണ്ട് അവർക്ക് എളുപ്പത്തിൽ പിടിക്കാനും പറ്റും. മുള്ളമ്പന്നി ആൾക്കാരുടെ അടുത്തൊക്കെ വരും. അപ്പോൾ പെട്ടെന്ന് പിടി വെച്ചിടും. മ്ലാവ് എപ്പോഴും ആളുകളുടെ അടുത്ത് വരും. ഈ വയനാട്ടിലൊക്കെ വിസിബിളാണ്. വയനാട്ടിൽ പുള്ളിമാൻ ആവശ്യത്തിലധികം ഉണ്ട്, ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട്. അതുപോലെ നിഷ്കളങ്കരായ ജീവികളാണ്. അതുങ്ങൾക്ക് ഒരിക്കലും ഹണ്ടിങ് ഉണ്ടെന്നോ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. അല്ല, എന്തിനാണ് അതുകൊണ്ട് അതിനെ കൃത്യമായിട്ട് ഒത്തിരി പേര് ഇത് കൂടുതലും ചെയ്താലും അറിയാതെയൊക്കെ പോകും. ഒത്തിരി പേര് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഒറ്റും പിന്നെ നമുക്ക് കിട്ടുന്ന രഹസ്യ വിവരങ്ങളും കാരണമാണ് കൂടുതൽ കേസും പിടിക്കുന്നത്. ഈ വാരിക്കുഴി വെച്ച് ആന പിടിക്കുന്നൊരു അതൊക്കെ നിർത്തി. മുൻകാലങ്ങളിൽ ആന ഗവൺമെൻറ് തന്നെ ഗവൺമെൻറ് നിരോധിച്ചത്. കോടനാടും കോന്നിയിലുമൊക്കെ വാരിക്കുഴികളുണ്ടായിരുന്നു. ചെറിയ കുഴിയിൽ ചപ്പൊക്കെ ഇട്ട് മൂടി ചെറിയ പലയൊക്കെ വെച്ചിട്ട് ആന വന്ന് വീഴും. അതിനെ നമ്മൾ കുങ്കി ആനകളെ ഉപയോഗിച്ചിട്ട് ട്രെയിൻ ചെയ്തെടുത്ത് കുങ്കികളായി നമ്മുടെ ആനത്താവളങ്ങളിലെ ആനകളായിട്ടും തടി പിടിക്കാനും ഒക്കെ ഉപയോഗിച്ച് ഒത്തിരി ആനകളുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ ആനകളെ പിടിക്കുന്നില്ല. ആനകളെ സംബന്ധിച്ച നിയമങ്ങളെല്ലാം സ്ട്രിക്റ്റാണ്. ആന കൊമ്പ് വ്യാപാരം നിരോധിച്ചു. അങ്ങനെ ഈ കുങ്കിയാനകളെ പലയിടങ്ങളിലും പരിപാലിക്കുന്നുണ്ട് വനംവകുപ്പ് തന്നെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രാഥമികമായിട്ടുള്ളൊരു ആവശ്യം എന്താണ്? കുങ്കി എന്ന് പറയുന്നതിനുപരി നമുക്ക് കോന്നിയിലും വയനാട്ടിലാണ് ഇപ്പോൾ കുങ്കികളുള്ളത്. കോന്നിയിലുണ്ടായിരുന്ന സുരേന്ദ്രനായിരുന്നു മേജർ എടുത്ത്, അയാളെ വയനാട്ടിൽ കൊണ്ടുപോയി. ഇപ്പോൾ അവരവിടെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കുങ്കി സുരേന്ദ്രനെ തിരിച്ചു വേണമെന്ന് പറഞ്ഞു. പക്ഷേ കുങ്കികളെ ഇതുപോലെ കിട്ടുന്ന ആനകളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ്. കുങ്കികൾ ഒരിക്കലും കാട്ടാനയല്ല നാട്ടാനയല്ല. ആ ഒരു പകുതിയല്ല, മുക്കാലോളം വന്യത സൂക്ഷിച്ചുകൊണ്ട്. കാര്യം അവനെ ഒരു കുഴിയിൽ വീണ ആനയെ വണ്ടിയെ കയറ്റണമെങ്കിൽ ഇവൻ ഇച്ചിരി റഫായി നിൽക്കണം. അപ്പോൾ അവനെപ്പോഴും അപകടകാരിയായിരിക്കും. അപ്പോൾ അവന് നല്ല ഫുഡും കൊടുത്ത് ട്രെയിനറായിട്ട് നമ്മുടെ സ്റ്റാഫിനെ പോലെയാണ് കുങ്കിയാനകൾ. ഒരു ജീവനക്കാരൻ്റെ ഇത് പോലീസ് നായൊക്കെ കൊടുക്കുന്ന പോലത്തെ കുറേ ഇമ്പോർട്ടൻസ് കുങ്കിയാനൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കോന്നിയിൽ അല്ല വയനാട്ടിൽ കുറേ അധികം കുങ്കിയാനകളുണ്ട്. നന്നായി ട്രെയിൻഡാണ്. അവന് ശരിക്കും ആന വരുമ്പോൾ കയറിയില്ലെങ്കിൽ ഇടിച്ചിടിച്ചാണ് മറ്റേ വണ്ടിക്കകത്തേക്ക് നമ്മൾ പിടിക്കുന്ന. അരിക്കൊമ്പനെ കയറ്റുന്നത് മയക്കത്തിൽ നിൽക്കുമ്പോൾ പോലും അരിക്കൊമ്പൻ വയലൻ്റാണ്. അരിക്കൊമ്പൻ അങ്ങനെയൊന്നും മരുന്നൊന്നും കേൾക്കത്തില്ല. കുറച്ച് വയലൻ്റാണ്. നല്ല ഹെൽത്തിയാണ്. അവനെ ഇടിച്ച് കയറ്റുന്ന ഈ സുരേന്ദ്രനും വേറെ എനിക്ക് പേരൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല. വയനാട്ടിൽ നിന്നുള്ള കുങ്കികളാണ്. കുങ്കികൾ വെൽ ട്രെയിൻഡാണ്. അവർക്ക് കൃത്യമായ പരിചരണമുണ്ട്. അവർക്ക് സീസൺ ആകുമ്പം ചികിത്സയുണ്ട്. നേരിട്ട് അറിയാവുന്ന സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ ഞാൻ കോന്നി റേഞ്ചേഴ്സ്. കോന്നി സുരേന്ദ്രനൊക്കെ ആനപ്രേമികൾ ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരുന്നു. അല്ല, ഇത്തരത്തിൽ നാട്ടാനകൾ ഇപ്പോൾ എണ്ണത്തിൽ വളരെയധികം കുറവുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആനകൾ നാട്ടാനകളാക്കി എഴുന്നള്ളത്തിനൊക്കെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇതിനെ മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകുന്നത്. വലിയ പ്രശ്നമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ട് തീർച്ചയായിട്ടും. കോന്നിയിലെ MLA അടക്കം അന്ന് അടൂർ പ്രകാശ് സാറായിരുന്നു. പുള്ളി ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അത് അന്നിരുന്ന് DFOടൊക്കെ ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു. പക്ഷേ കൂടുതലും ഈ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ എല്ലാ പരിപാടിയും ഓർഗനൈസ് ചെയ്യുന്നത് വയനാട്ടിൽ നിന്ന്. അപ്പോൾ അവിടെയാണ് വേണ്ടത്. ഇവിടെ കോന്നിയിൽ പ്രശ്നം ഉണ്ടായാലും വയനാട്ടിൽ നിന്ന് സുരേന്ദ്രൻ വരും. അപ്പോൾ അതിന് പ്രത്യേക ട്രെയിനിങ്ങും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ഉള്ളത് വയനാട് ആനക്കൂട്ടിലാണ്. അപ്പോൾ അവിടെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. തിരിച്ച് കോന്നിയിലും പേപ്പാറയുണ്ട് ആനക്കൂട്. അവിടെയൊക്കെ ഇതിൻ്റെ സൗകര്യങ്ങൾ വരുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരും. ആന കുങ്കിയാന വളരെ അത്യാവശ്യമാണ്. നമ്മൾ പലപ്പോഴും തമിഴ്നാട്ടിലൊക്കെ കുറേ പേരുള്ളവരുണ്ട്. എനിക്ക് എല്ലാം കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ലെങ്കിലും കുങ്കിയാനകൾ പേര് കേട്ട കുങ്കിയാനകൾ. കലീം ആനമല കലീം ഭയങ്കര പേര് കേട്ട കൊമ്പനാണ്. ഈ കടുവയെ സ്പെസിഫിക് ആയിട്ട് കടുവയെ മാത്രം വേട്ടയാടുന്ന ഏതെങ്കിലും ക്രിമിനലുണ്ടോ? നമ്മുടെ മേഖലകളിൽ അങ്ങനെ വന്നിട്ടില്ല. ബട്ട് ജിം കോർബറ്റൊക്കെ ഉള്ള നോർത്ത് ഇന്ത്യയിലെ ഒരു റിസർവ് സൈൽസ്കാണ് ഏതോ ഒരെണ്ണത്തിൽ മുഴുവൻ കടുവകളെയും വേട്ടയാടി കൊണ്ടുപോയി. അത് അവിടുത്തെ ജീവനക്കാരോ ആരോ അറിഞ്ഞില്ല. പിന്നീട് ഫണ്ടും ഒക്കെ വരും, എല്ലാം ചെയ്യും. കുറേ നാൾ കഴിഞ്ഞ് അറിഞ്ഞ കടുവകളെ വേട്ടയാടിക്കൊണ്ട് പോയെന്ന്.
നമ്മുടെ ഇവിടെ കടുവകളെയോ പുലികളെയോ അങ്ങനെ പർപ്പസ്ഫുള്ളി വേട്ടയാടി അതിൻ്റെയൊക്കെ അവയവങ്ങൾ പല്ല് നഖത്തിനും തൊലിക്കുകയൊക്കെയാണ് വില. അത് ചെയ്യുന്ന വ്യാപകമായൊരു സിസ്റ്റത്തിൽപ്പെടുന്ന കള്ളന്മാർ നമ്മുടെ സൗത്ത് ഇന്ത്യയിലില്ല. കാര്യം സൗത്ത് ഇന്ത്യ ടാർഗറ്റ് ചെയ്യാൻ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ നടക്കുന്ന മേഖലയാണ് നമ്മുടെ ടൈഗർ സാങ്ച്വറികളും നമ്മുടെ റിസർവും. ഈ വീരപ്പനൊക്കെ ഒരുപാട് ആരാധകരുണ്ടായിരുന്നതാണ്. അത്തരത്തിൽ വീരപ്പനോടുള്ള ആരാധന മൂർത്തി വനം ഒന്നുമില്ല. വീരപ്പൻ്റെ സ്ഥിതി കണ്ടവരാരും പിന്നെ വീരപ്പൻ്റെ പുറകെ പോകത്തില്ലല്ലോ. ദയനീയമായിട്ടല്ലേ മരിച്ചത്, വെടിയേറ്റ് വിളിച്ച് തലക്ക് വെടിയേറ്റ് വെച്ചൊക്കെ കൊന്നതല്ലേ. അപ്പം അയാൾ ഇന്ന് ഉണ്ടാക്കിയ അയാൾ വീട്ടുകാർ ഇപ്പോഴും കടത്തിലല്ലേ. വീരപ്പന് റോൾ മോഡലാകുന്നതിൽ അവിടുത്തെ ലോക്കൽ ക്രിമിനലുകൾക്ക് മാത്രമാണ്. അയാൾ കുറേ ഉണ്ടാക്കി, കുറേ ആനകളെ വേട്ടയാടി, ചന്ദനം വേട്ടയാടി എല്ലാം അവസാനം ഒന്നുമില്ലാതെ ഉണ്ടാക്കിയ വനസമ്പത്തൊക്കെ ആ കാടുകളിലുണ്ട് എന്നാണ് ഇപ്പോഴും പറയുന്നത്. കാണുമായിരിക്കും. പക്ഷെ അത് നമ്മൾ അതാ മലമാതേശ്വർ ഹില്ല്, മറ്റേ മലയമാതേശ്വർ ആ ഭാഗത്തൊക്കെയാണ് മറ്റേ നമ്മുടെ പാലക്കാടിൻ്റെ ബൗണ്ടറി, അട്ടപ്പാടിയുടെ ബൗണ്ടറി ഉത്സവത്തിന് വരും. വന്നിട്ട് പുള്ളി തിരിച്ചു പോകും. അന്ന് കുറച്ച് ഇതായിരുന്നു, വനം മുഴുവൻ കാണാതെ എടുത്തു. കുറേ പൊങ്ങലും പൊടിപ്പും തൊങ്ങലും വെച്ച കഥകളും ഒക്കെ ഉണ്ടായിരുന്നു. പാവങ്ങളുടെ രക്ഷകൻ, പാവങ്ങൾക്ക് എന്തും കൊടുക്കും. സർക്കാർ, പോലീസും ഫോറസ്റ്റുമാണ് അവൻ്റെ ശത്രു. ഒരു SP വെടിവെച്ച് വന്നില്ലേ സുബ്രഹ്മണ്യൻ, ചന്ദ്രശേഖർ, ഫോറസ്റ്റുകാർ സ്ഥിരം ശത്രുവാണ് അവരുടെ. മിക്കവാറും എല്ലാവരുടെയും ഫോറസ്റ്റുകാർ ശത്രുക്കളാണല്ലോ.